നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത രാജകുമാരൻ ആരായിരിക്കും? ഹൂ വിൽ ബി ദ നെക്സ്റ്റ് പ്രിൻസ്? കിങ് കോഹ്ലിക്ക് ശേഷം ആരാകും ഈ പ്രിൻസിന്റെ പട്ടവുമായി കുതിക്കുക? ശുഭ്മാൻ ഗില്ലാണോ അതോ യശസ്വി ജയ്സ്വാളാണോ? ഒരു 6 മാസം മുമ്പായിരുന്നു ഈ ചോദ്യമെങ്കിൽ തീർച്ചയായും അടുത്ത ഇതിഹാസ പദവിയിൽ ശുഭ്മാൻ ഗില്ലിന്റെ പേര് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ ഇപ്പോൾ കഥയാകെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അരങ്ങേറിയ ശേഷം ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുവതാരം യശസ്വി ജയ്സ്വാൾ ഇപ്പോൾ ഗില്ലിനെ കടത്തിവെട്ടുന്നതിന്റെ അരികിലാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ ഗില്ലല്ല, യശസ്വി ജയ്സ്വാളാണ് യഥാർത്ഥ പ്രിൻസ് എന്നും ആരാധകരിൽ പലരും തിരുത്തി പറയാനും ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള പ്രകടനം എടുത്താൽ ആരാണ് കൂടുതൽ മിടുക്കൻ? ഗില്ലാണോ അതോ ജയ്സ്വാളാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത് മാറ്റങ്ങളുടെ ഒരു സമയമാണ്, മാറ്റങ്ങളുടെ കാലമാണ്. കുറച്ച് വർഷങ്ങൾക്കിടെ വലിയ വലിയ മാറ്റങ്ങളാണ് ടീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേതേശ്വർ പുജാര, അജിങ്ക്യ രഹാനെ, ശിഖർ ധവാൻ, വൃദ്ധിമാൻ സാഹ, ഇഷാന്ത് ശർമ്മ തുടങ്ങി പല സീനിയർ താരങ്ങളും ഇതിനകം തന്നെ യുവതാരങ്ങളാൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 വർഷത്തേക്കുള്ള പുതിയൊരു ടീം ഇന്ത്യയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് BCCI അവസരങ്ങൾ നൽകിക്കൊണ്ട്. അടുത്ത 2-3 വർഷത്തിനകം പുത്തൻ ലുക്കിലുള്ള ഒരു യുവ ടീം ഇന്ത്യയെ നമുക്കൊരുപക്ഷെ കാണാൻ സാധിച്ചേക്കും. മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത പോസ്റ്റർ ബോയ് ആയി ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാൾ ഈ ഇംഗ്ലീഷ് പരമ്പരയ്ക്ക് മുമ്പ് വരെ ശുഭ്മാൻ ഗില്ലായിരുന്നു. മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ബാറ്റിംഗ് സെൻസേഷനായി മാറിയ ഗില്ലിന് ആരാധകർ ആ സമയത്ത് തന്നെ പ്രിൻസ് എന്ന ഒരു വിളിപ്പേര് കൂടി നൽകിയിരുന്നു. കോഹ്ലി കിങ് ആണെങ്കിൽ ഗിൽ തന്നെയാണ് പ്രിൻസ് എന്ന മട്ടിലായിരുന്നു ആ സമയത്തെ വിശേഷണങ്ങൾ. ഗില്ലിന്റെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ 24-കാരനായ ഗിൽ ഇന്ത്യക്ക് വേണ്ടി 3 ഫോർമാറ്റുകളിലും ഇതിനകം അരങ്ങേറ്റം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 22-കാരനായ ജയ്സ്വാൾ ആവട്ടെ ടെസ്റ്റ്, T20 എന്നിവയിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. ഏകദിനത്തിൽ അരങ്ങേറ്റം കാത്തിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ എന്ന ലെഫ്റ്റ് ഹാൻഡർ. വാനോളം പ്രതീക്ഷ നൽകിയ തുടക്കത്തിന് ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ അന്താരാഷ്ട്ര കരിയർ ഇപ്പോൾ പതിയെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന സത്യം. യഥാർത്ഥത്തിൽ പ്രിൻസ് പദവി യശസ്വിക്കാണ് കൂടുതൽ ചേരുക എന്ന മട്ടിലാണ് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോഴുള്ള കാര്യങ്ങൾ. ഇരുവരെയും താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഫ്ലാറ്റ് പിച്ചുകളിൽ മാത്രമാണ് ഗില്ലിന് പ്രത്യേകിച്ചും ബാറ്റിംഗിൽ തിളക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ എടുത്താൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യം. ബോളർമാരെ കൂടി തുണയ്ക്കുന്ന പിച്ചുകളിലും പേസും ബൗൺസുമുള്ള പിച്ചുകളിലും ഗില്ലിന്റെ ബാറ്റിംഗ് ടെക്നിക് അത്ര മികച്ചതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3 ഫോർമാറ്റുകളും എടുത്താൽ ഏകദിനത്തിൽ മാത്രമാണ് ഗില്ലിന് പ്രതീക്ഷയ്ക്കൊത്ത് പ്രകടനം നടത്താനായിട്ടുള്ളൂ. ബാക്കി 2 ഫോർമാറ്റുകളിലും അദ്ദേഹം വേണ്ടത്ര ഫോമിലല്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഏകദിന മത്സരത്തിൽ 44 മത്സരങ്ങളിൽ നിന്നും 61.38 ശരാശരിയിൽ ഒരു ഡബിൾ സെഞ്ചുറിയും 5 സെഞ്ചുറികളും 13 ഫിഫ്റ്റികളും അടക്കം ഗിൽ 2271 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദിന റാങ്കിങ്ങിൽ നമ്പർ 1 പൊസിഷനിൽ വരെ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റ്, T20 എന്നിവയിൽ ശരാശരി പ്രകടനം മാത്രമാണ് ഗിൽ നടത്തിയിട്ടുള്ളത്. ടെസ്റ്റിൽ 23 മത്സരങ്ങളിൽ നിന്നും 32.3 ശരാശരിയിൽ 1292 റൺസാണ് അദ്ദേഹം നേടിയത്. 3 സെഞ്ചുറികളും 5 ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നു. T20യിലാവട്ടെ 14 മത്സരങ്ങളിൽ നിന്നും 25.77 ശരാശരിയിൽ 335 റൺസാണ് ഗില്ലിന്റെ സമ്പാദ്യം. ഒരു സെഞ്ചുറിയും 50യും മാത്രമേ അദ്ദേഹത്തിന് T20യിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ യശസ്വി ജയ്സ്വാൾ ചുരുങ്ങിയ സമയം കൊണ്ട് താൻ കളിച്ച 2 ഫോർമാറ്റുകളിലും ഇമ്പാക്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏതു തരത്തിലുള്ള പിച്ചിലും നന്നായി സ്കോർ ചെയ്യാനുള്ള ബാറ്റിംഗ് ടെക്നിക്കും ജയ്സ്വാളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരെയും ഭയമില്ലാതെ തുടക്കം തൊട്ടേ ആക്രമിച്ചു കളിക്കാനുള്ള കഴിവ് യശസ്വി ജയ്സ്വാളിനുണ്ട്. ശുഭ്മാൻ ഗിൽ നിലയുറപ്പിച്ചതിന് ശേഷമാണ് അപകടകാരിയാവുന്നതെങ്കിൽ ബോൾ നമ്പർ 1 തൊട്ട് യശസ്വി ജയ്സ്വാൾ അപകടകാരിയാണ്. 1000-ഓളം വിക്കറ്റുകളുടെ അനുഭവ സമ്പത്തുള്ള ജെയിംസ് ആൻഡേഴ്സൺ എന്ന ലോകോത്തര ബോളറെ കഴിഞ്ഞ ടെസ്റ്റിൽ ഹാട്രിക് സിക്സർ അടിച്ചുള്ള ജയ്സ്വാളിന്റെ ആ ഒരു വീര്യം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ യശസ്വി ജയ്സ്വാൾ 7 ടെസ്റ്റുകളിൽ നിന്നും 71.75 ശരാശരിയിൽ വാരിക്കൂട്ടിയത് 861 റൺസാണ്. 2 ഡബിൾ സെഞ്ചുറികളും 1 സെഞ്ചുറിയും 2 ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ T20യിലാവട്ടെ 17 മത്സരങ്ങളിൽ നിന്നും 33.47 ശരാശരിയിൽ 502 റൺസും അദ്ദേഹം ഇതിനകം സ്കോർ ചെയ്തിട്ടുണ്ട്. 1 സെഞ്ചുറിയും 4 ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നു. ടെസ്റ്റ്, T20 എന്നിവയിൽ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ ഗില്ലിനേക്കാൾ മിടുക്കൻ ജയ്സ്വാൾ തന്നെയാണെന്ന് വ്യക്തമാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ പ്രകടനം നോക്കിയാൽ അവിടെയും ഗില്ലിനേക്കാൾ ബെസ്റ്റ് ജയ്സ്വാൾ തന്നെയാണ്. 50 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ പഞ്ചാബിനായി കളിച്ച ഗില്ലിന്റെ ശരാശരി 68.36 ആണ്. മുംബൈക്കായി 22 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ച ജയ്സ്വാളിന് 77.3 എന്ന ശരാശരിയുണ്ട്. 11 സെഞ്ചുറികളും 17 ഫിഫ്റ്റിയും അടക്കം ഗിൽ 3834 റൺസ് സ്കോർ ചെയ്തപ്പോൾ പകുതിയോളം മത്സരങ്ങളിൽ നിന്നുമായി ജയ്സ്വാൾ 12 സെഞ്ചുറിയും 4 ഫിഫ്റ്റികളും അടക്കം 2706 റൺസാണ് അടിച്ചെടുത്തത്. ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഗില്ലല്ല, മറിച്ച് യശസ്വി ജയ്സ്വാൾ തന്നെയാണ് യഥാർത്ഥ പ്രിൻസ് എന്നും കോഹ്ലിയുടെ പിൻഗാമിയായി മാറാൻ ഏറ്റവും അധികം സാധ്യത അദ്ദേഹത്തിനാണെന്നും പറയുന്നവരുണ്ട്.
തൻ്റെ വീക്ക്നെസ്സുകൾ, തൻ്റെ ബലഹീനതകൾ പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഗില്ലിനെ വളരെ പെട്ടെന്ന് തന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് യശസ്വി ജയ്സ്വാൾ ബഹുദൂരം മുന്നിലെത്തുമെന്നും ഉറപ്പാണ്. അപ്പോൾ ആരാവും നെക്സ്റ്റ് പ്രിൻസ് എന്ന ചോദ്യത്തിന് ഗില്ലിനെ മറികടന്നുകൊണ്ട് യശസ്വി ജയ്സ്വാൾ ഈ പരമ്പരയുടെ മുന്നിലെത്തി എന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡുകൾ.